ഹായ്, ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾക്ക് ഇന്ന് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് പ്രസവശേഷം അല്ലെ മുലയൂട്ടുന്ന അമ്മമാർക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ സ്പെഷ്യൽ. മുലയൂട്ടുന്ന അമ്മമാർ സാധാരണ ഡയറ്റിംഗ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും, വണ്ണം കൂടുവല്ലോ എന്നൊക്കെ. അപ്പൊ അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്, ആവശ്യമുള്ള ആഹാരം എന്താണ് കഴിക്കേണ്ടത്, കുട്ടിയുടെ പാൽ വർദ്ധിപ്പിക്കാനും അതിനു വേണ്ടിയുള്ള കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അതെ, മുലയൂട്ടുന്ന അമ്മമാർ ഡയറ്റിംഗ് ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല എന്ന് വെച്ച് വാരി വലിച്ച് കഴിക്കുകയും ചെയ്യരുത്. അതായത് പ്രസവശേഷം അമ്മയുടെയും കുഞ്ഞിന്റെയും പ്രാധാന്യം മനസ്സിലാക്കി അവർക്ക് വേണ്ടിയ ആഹാരങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കിന്ന് നോക്കാം. മുലയൂട്ടുന്ന അമ്മമാർ ഒരു ദിവസം ആഹാരത്തിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത് പ്രോട്ടീൻ ആണ്. അതിന് പ്രോട്ടീൻ ഒരു 75 ഗ്രാം പ്രോട്ടീൻ എങ്കിലും വേണമെന്നാണ് പറയുന്നത്. അതിനുവേണ്ടി പ്രോട്ടീൻ കൂടുതലുള്ള ചെറുപയർ, പീസ്, പരിപ്പുകൾ, മുട്ട, മീൻ, ബദാം, നിലക്കടല എന്നിവ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ള ആഹാരമാണ്. ഇവ ആഹാരത്തിൽ കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പ്രസവ സമയത്ത് ഒരുപാട് രക്തം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഈ രക്തം നഷ്ടപ്പെട്ടത് കാരണം നമ്മുടെ അയൺ കണ്ടന്റ് ശരീരത്തിൽ നിന്ന് ഒരുപാട് പോയി കാണും. ഈ അയൺ എല്ലാം നമ്മൾ വീണ്ടെടുക്കുന്നത് ഈ പ്രസവ സമയമുള്ള ആദ്യത്തെ 3 മാസം, അതായത് ഈ സമയത്ത് വേണം നമ്മളത് വീണ്ടെടുക്കാനായിട്ട്. അതിനുവേണ്ടി അയൺ കണ്ടന്റ് അധികമുള്ള ഇലക്കറികൾ, ഈന്തപ്പഴം, ശർക്കര, അവൽ, നട്ട്സ് ഇവ ധാരാളം ഉൾപ്പെടുത്തുക. പോരാതെ പഴവർഗ്ഗങ്ങളും ഉൾപ്പെടുത്തണം. പഴവർഗ്ഗങ്ങൾ കാരണം അയൺ മാത്രമല്ല, ശരീരത്ത് ഫോളിക് ആസിഡ്, വിറ്റാമിൻ സി എന്നിവയും ധാരാളം ലഭിക്കും. പ്രസവശേഷമുള്ള സ്ത്രീകൾ ധാരാളം കാൽഷ്യം അടങ്ങിയ ഭക്ഷണം കഴിക്കേണ്ടതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാൽഷ്യം കുഞ്ഞിന്റെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും വളരെ ഉപകാരപ്രദമായ ഒന്നാണ്. കുഞ്ഞിന്റെ പല്ല്, എല്ല് എന്നിവയുടെ ശരിയായ വളർച്ചയ്ക്ക് കാൽഷ്യം ധാരാളം അടങ്ങിയ ഭക്ഷണം ദിവസവും കുറഞ്ഞത് 3 ഗ്ലാസ് പാലെങ്കിലും അമ്മ കുടിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് ധാരാളം വെള്ളം കുടിക്കുക എന്നതും. കുറഞ്ഞത് ഒരു 15 ഗ്ലാസ് വെള്ളമെങ്കിലും അമ്മ കുടിക്കേണ്ടതാണ്. ഇത് കുഞ്ഞിന്റെ ആരോഗ്യത്തിനും അമ്മയുടെ ആരോഗ്യത്തിനും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും പ്രയോജനമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക. പുതിയൊരു ടിപ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക. കൂടുതൽ അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ വീഡിയോയും വേഗത്തിൽ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ അമർത്തുക.